നമസ്കാരം TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിൽ കനത്ത പോളിംഗ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ 40% വോട്ട് രേഖപ്പെടുത്തി. താനൂർ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ പോറൂർ ALP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തവനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ വളാഞ്ചേരി GMLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വാർത്തകൾ വിശദമായി. മലപ്പുറം ജില്ലയിൽ കനത്ത പോളിംഗ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ 40% വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണി മുതൽ സ്ത്രീകളടക്കമുള്ളവരുടെ നീണ്ട നിര പോളിംഗ് ബൂത്തുകളിൽ കാണാമായിരുന്നു. വിവരങ്ങളുമായി ജംഷീർ ചേരുന്നു. പോളിംഗ് 6 മണിക്കൂർ പിന്നിടുമ്പോൾ കനത്ത പോളിംഗ് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 39.18% പോളിംഗ് ആണ് മലപ്പുറം ജില്ലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലും അതുപോലെ തിരൂർ മണ്ഡലത്തിലുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടങ്ങളിൽ തിരൂരിൽ 43.59% പോളിംഗും നിലമ്പൂരിൽ 42.17% പോളിംഗുമാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് മണ്ഡലങ്ങളിലെ പോളിംഗും അതോടൊപ്പം തന്നെ വേങ്ങരയിൽ പോളിംഗ് താഴ്ന്നു വരുന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിലമ്പൂർ ഏറ്റവും അധികം കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു മണ്ഡലമായ തവനൂരിലും നല്ല മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. 41% പോളിംഗ് നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തവനൂരിൽ മന്ത്രി KT ജലീലാണ് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത്. അതോടൊപ്പം ഫിറോസ് കുന്നംപറമ്പിൽ എന്ന സാമൂഹ്യ പ്രവർത്തകനെ ഇറക്കി തവനൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ UDFും ശ്രമം നടത്തുന്നു. ആ ഒരു തരത്തിൽ തന്നെ കടുത്ത മത്സരം നടക്കുന്ന തവനൂർ മണ്ഡലത്തിൽ 41.7% പോളിംഗ് ആണ് നിലവിൽ തവനൂരിൽ രേഖപ്പെടുത്തുന്നത്. നിലമ്പൂരിലാകട്ടെ നിലവിലെ MLA ആയിട്ടുള്ള PV അൻവറാണ് മത്സരിക്കുന്നത്. നിലമ്പൂരിൻ്റെ ചരിത്രം പോലും നമുക്കറിയാം. പതിറ്റാണ്ടുകളോളം കോൺഗ്രസും ആര്യാടൻ മുഹമ്മദും കൈവശം വെച്ചിരുന്ന മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് UDFന് നഷ്ടമായത്. അതിനുശേഷം ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാനായി മുൻ DCC പ്രസിഡൻ്റായിരുന്ന VV പ്രകാശിനെയാണ് UDF രംഗത്തിറക്കിയിട്ടുള്ളത്. ആ ഒരു തരത്തിൽ കടുത്ത മത്സരം നിലമ്പൂരിലും നടക്കുന്നു. താനൂരിലാണ് മറ്റൊരു മത്സരം നടക്കുന്നത്. 40% മുകളിൽ പോളിംഗ് താനൂരിലും രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഒരു വിവരം അതിൽ നമ്മൾ എടുത്തു കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം താനൂർ എന്ന് പറയുന്നത് UDFൻ്റെ കുത്തക മണ്ഡലമായിരുന്നു. 6 പതിറ്റാണ്ടോളം UDF ഭരിച്ചൊരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലമാണ് കഴിഞ്ഞ തവണ UDFൻ്റെ കയ്യിൽ നിന്നും UDFന് കൈമോശം വന്നത്. ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇത്തവണ UDF രംഗത്തിറക്കിയിട്ടുള്ളത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ഫിറോസിനെ തന്നെയാണ്. ആ ഒരു തരത്തിൽ താനൂരും ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഇത്തരത്തിൽ ഇനി മറ്റു പോളിംഗ് ശതമാനങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ കൊണ്ടോട്ടിയിൽ 38.74%, ഏറനാട് 40.61%. ഏറനാടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു മണ്ഡലമാണ്. ഹാട്രിക് വിജയത്തിനായിട്ടാണ് ഏറനാട് ലീഗിൻ്റെ PK ബഷീർ മത്സരിക്കുന്നത്. ആ ഒരു തരത്തിൽ ഏറനാടും മികച്ച മത്സരം നടക്കുന്നു. വണ്ടൂരിൽ തുടർച്ചയായ 5ാം തവണയാണ് AP അനിൽകുമാർ മത്സരിക്കുന്നത്. അത്തരത്തിൽ വണ്ടൂരും ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. വണ്ടൂരിൽ 39% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ചേരിയിൽ 37.91%, പെരിന്തൽമണ്ണയിൽ 38.27%, മങ്കടയിൽ 39.08%. അതോടൊപ്പം മലപ്പുറം മണ്ഡലത്തിൽ 37.38%, വേങ്ങരയിൽ 33.08%, വള്ളിക്കുന്നിൽ 36.98%, തിരൂരങ്ങാടിയിൽ 40.42%, കോട്ടക്കലിൽ 38.01%, പൊന്നാനിയിൽ 37.31%. പൊന്നാനിയും കടുത്ത മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ്. പൊന്നാനിയിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ തുടക്കത്തിൽ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ CPMൻ്റെ അണികളായിട്ടുള്ള അനുഭാവികളായിട്ടുള്ള ആളുകൾ തെരുവിലിറങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അത്തരത്തിൽ പൊന്നാനിയും മികച്ച മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. പൊന്നാനിയിൽ 37.31% പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും പോളിംഗ് കൂടുതൽ മികച്ച പോളിംഗ് തന്നെ വരും മണിക്കൂറുകളിലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ
പോളിംഗ് ഉയർന്നു തന്നെ പോകുന്നു. അത് റെക്കോർഡ് പോളിംഗിലേക്ക് കേരളത്തെയും പ്രത്യേകിച്ച് വടക്കൻ മേഖലയെയും റെക്കോർഡ് പോളിംഗിലേക്ക് തന്നെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ സംശയമൊന്നും ആവശ്യമില്ല. താനൂർ നിയോജകമണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ പൊറൂർ ALP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തുമെന്നും മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. താനൂർ നിയോജകമണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ തിരൂർ മണ്ഡലത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പൊറൂർ VHAM LP സ്കൂളിലാണ് ഭാര്യയ്ക്കും മകൾക്കും ഒപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ തന്നെ നല്ല പോളിംഗ് ആണ് നടക്കുന്നത്. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തുമെന്നും മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ബൂത്തുകളിൽ നന്നായിട്ട് തിരക്കുകളുണ്ട്. ജനങ്ങൾ ചൂടായതുകൊണ്ട് ഏറ്റവും നേരത്തെ വോട്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഉറക്കിയിട്ടുണ്ട്. 2 ബൂത്തുകളുണ്ടായതുകൊണ്ട് ആളുകൾക്ക് ക്യൂവിൽ നിന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിലൊക്കെ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള തിരിച്ചുവരവിനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. പോളിംഗിൽ തന്നെ തുടക്കത്തിൽ തന്നെ താനൂർ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണം തീർച്ചയായും മുന്നണിക്ക് അനുകൂലമാണ്. കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരു തുടക്കമായിട്ടാണ് രാവിലെ ശക്തമായ പോളിംഗ് താനൂരിൻ്റെ എല്ലാ ഭാഗങ്ങളും നടക്കുന്നത്. താനൂർ മണ്ഡലം തീർച്ചയായും ജയിക്കും. വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും കുറഞ്ഞ 5000-ൽ മേലെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തവനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ ചൊവ്വാഴ്ച രാവിലെ 9:30 വോട്ട് രേഖപ്പെടുത്തി. വളാഞ്ചേരി GMLP സ്കൂളിൽ 127-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മികച്ച വിജയം നേടി വീണ്ടും അധികാരത്തിൽ വരും. കേരളം ഒന്നടങ്കം അതാഗ്രഹിക്കുന്നുണ്ട്. നിലപാടുകളിലെ വ്യക്തത, വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച, ധീരമായ മറ്റു എല്ലാ മേഖലകളിലുമുള്ള കാൽവെപ്പുകൾ, ഇവ കൊണ്ടെല്ലാമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 5 വർഷം ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നിട്ടും കേരളത്തെ സ്വപ്നസമാനമായ നേട്ടങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി എന്നുള്ള പൊതു അഭിപ്രായം ജനങ്ങൾക്കിടയിൽ വളരെ സജീവമാണ്. ഇത് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ വലിയൊരു തരംഗം കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ നല്ല മത്സരമാണ് നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച പ്രകടനം ഇവിടെ കാഴ്ചവെക്കും. അവസാന ഘട്ടത്തിലൊക്കെ ആദ്യഘട്ടത്തേക്കാൾ കൂടുതൽ വലിയ ആവേശമുണ്ടായിരുന്നു. ആ ഒരു ആവേശം വർദ്ധിത ഭൂരിപക്ഷത്തിലേക്ക് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ മികച്ച ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കും. മലപ്പുറം ജില്ലയുടെ ചിത്രം എങ്ങനെയാണ്? മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ 16 സീറ്റിൽ 4 സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. ഇത്തവണ അതിനേക്കാളധികം, ഒരു വേള ഏതാണ്ട് അതിൻ്റെ ഇരട്ടി സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് LDFന് ലഭിക്കും. തവനൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ? തവനൂരിൽ കഴിഞ്ഞ 2 തവണയും നല്ല മത്സരമായിരുന്നു നടന്നത്. ഇത്തവണയും സമാനമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ഇനി ഒരിടവേള. വാർത്തകൾ തുടരുന്നു. തിരൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗഫൂർ P. ലില്ലീസ് കൈതവളപ്പ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 9 മണിയോടെ മാതാവിനൊപ്പം എത്തിയാണ് ഗഫൂർ P. ലില്ലീസ് വോട്ട് രേഖപ്പെടുത്തിയത്.
LDFന്റെ തുടർ ഭരണത്തിൽ പിണറായി സർക്കാരിനൊപ്പം താനും കൂടെയുണ്ടാകുമെന്ന് ഗഫൂർ പിലിലീസ് പറഞ്ഞു. വോട്ട് ചെയ്തു. ഞാൻ ഉമ്മയുടെ കൂടെ വന്നുകൊണ്ടാണ് വോട്ട് ചെയ്തത്. മകനാണ്. സന്തോഷത്തോടുകൂടി നല്ല എല്ലായിടത്തും തിരൂർ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലായിടത്തും തന്നെ നല്ല ഗുണകരമായിട്ടുള്ള ചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, സഖാവ് പിണറായിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാടിന് നൽകിയിട്ടുള്ള കരുതലും ഈ നാട്ടുകാർക്ക് നൽകിയിട്ടുള്ള സ്നേഹവായ്പും തലോടലും എല്ലാം തന്നെ വലിയ പ്രതീക്ഷയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഭീതിയിലാഴ്ത്തുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഈ സർക്കാർ, പിണറായിയുടെ സർക്കാർ അവർക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. മാത്രമല്ല തിരൂരിലെ വികസന മുരടിപ്പിന് വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കാണുന്നത്. വലിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അവർക്കറിയാം തിരൂരിൽ നിന്ന് വിജയിച്ചു വരേണ്ടതൊരു ഭരണകക്ഷിയുടെ MLA ആണ്. പിണറായിയുടെ സർക്കാരിന് കരുത്ത് പകരാൻ കഴിയാവുന്ന ഒരു MLA, ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA, ഭരണകക്ഷിയുടെ MLA തിരൂരിൽ വന്നാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ വലിയ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം പരിപൂർണമായിട്ടും ഞാൻ എൻ്റെ നാട്ടുകാരോടൊപ്പം തന്നെ അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. പരിപൂർണമായിട്ടും ഞാൻ എൻ്റെ സമയത്തിൻ്റെ എല്ലാ ഭാഗം അതിനു വേണ്ടിയിട്ടാണ് ചിലവഴിച്ചിട്ടുള്ളത്. ആ ഒരു ആത്മവിശ്വാസവും എനിക്കുണ്ട്. വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് സ്ത്രീകളും കുട്ടികളും അന്ത്യവയോധികരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളോട് പെരുമാറുന്നതും. എൻ്റെ നാട്ടുകാർക്ക് എന്നെ കൃത്യമായിട്ടറിയാം. ഈ മണ്ണിൻ്റെ ചൂരും മണവും ഗന്ധവും എല്ലാം ഇതിൻ്റെ തലോടലും എല്ലാം എനിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു സംശയവും എനിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി തിരൂർ നിയോജകമണ്ഡലത്തിൽ വിജയിക്കും. തിരൂരങ്ങാടി നിയോജകമണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്ത് പരപ്പനങ്ങാടി നഗരസഭയിലെ ചിറമംഗലം AUP സ്കൂളിൽ 18 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7:30 ഭാര്യയും മകനുമൊത്താണ് വോട്ട് ചെയ്യാനെത്തിയത്. തിരൂരങ്ങാടി നിയോജകമണ്ഡലത്തിൽ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു. തിരൂരങ്ങാടി നിയോജകമണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്ത് പരപ്പനങ്ങാടി നഗരസഭയിലെ ചിറമംഗലം AUP സ്കൂളിൽ 18 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7:30 ഭാര്യയും മകനുമൊത്താണ് വോട്ട് ചെയ്യാനെത്തിയത്. തിരൂരങ്ങാടി നിയോജകമണ്ഡലത്തിൽ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിന്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്നവരുടെ അരുതായ്മകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിൽ നിർണായക ചരിത്രം രേഖപ്പെടുത്തുമെന്നും അതൊരു വലിയ മാറ്റം അടയാളപ്പെടുത്തുമെന്നും നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം ജില്ലയിൽ കനത്ത പോളിംഗ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ 40% വോട്ട് രേഖപ്പെടുത്തി. താനൂർ നിയോജകമണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V. അബ്ദുറഹ്മാൻ പോറൂർ ALP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തവനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ വളാഞ്ചേരി GMLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ബുള്ളറ്റിൻ വൈകുന്നേരം 5:30.